നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ IPL സ്ക്വാഡ് അനാലിസിസ് വീഡിയോ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് KKRനെ കുറിച്ചാണ്. നിലവിലെ ചാമ്പ്യന്മാരാണ് KKR. പക്ഷേ ചില മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. അവരുടെ തലപ്പത്ത് മാറ്റങ്ങളുണ്ടല്ലോ. ഗൗതം ഗംഭീർ കഴിഞ്ഞ തവണ അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച മെൻഡർ സ്ക്വാഡ് വിട്ട് ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാണ്. പിന്നെ ശ്രേയസ് അയ്യർ അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയ നായകനെ അവർ ഒഴിവാക്കി. അപ്പോൾ ഇനി ആരായിരിക്കും അവരുടെ പുതിയ ക്യാപ്റ്റൻ? അവർ കഴിഞ്ഞ ടൈറ്റിൽ വിന്നിംഗ് ടീമിലെ 6 താരങ്ങളെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു 6 താരങ്ങളെ ഓപ്ഷനിലൂടെ തിരികെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു കുറച്ച് താരങ്ങൾക്ക് കൂടി വേണ്ടി അവർ ഓപ്ഷൻ ശ്രമം നടത്തി, പക്ഷേ ലഭിച്ചില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ അവരുടെ സ്ക്വാഡൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ 25 പേരെ മാക്സിമം സ്ക്വാഡിൽ എടുക്കാം. പക്ഷേ 21 പേരാണ് അവരുടെ സ്ക്വാഡിലുള്ളത്. മിനിമം വേണ്ടത് 18ആണ്. അപ്പോൾ 21 പേരുടെ സ്ക്വാഡാണ്. അതാണ് അവരുടെ സ്ക്വാഡ് സൈസ്. 8 ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ 6 താരങ്ങളെ അവർ റീറ്റെയിൻ ചെയ്തിരുന്നു. സുപ്രധാന താരങ്ങളെ തന്നെ അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു 6 താരങ്ങളെ കൂടി അവർ കഴിഞ്ഞ ടൈറ്റിൽ വിന്നിംഗ് ടീമിൽ 6 താരങ്ങളെ കൂടി തിരികെ എത്തിക്കുകയും ചെയ്തു. സോ ആ കഴിഞ്ഞ IPL വിജയിച്ച സംഘം ഏതാണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ടീം ഇത്തവണയും ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നായകനെ അവർ ഒഴിവാക്കി, ശ്രേയസ് അയ്യരെ. പക്ഷെ ഇത്തവണ ആര് നായകനാവും എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. വെങ്കടേഷ് അയ്യർക്ക് സാധ്യത. വെങ്കടേഷ് അയ്യർക്ക് വലിയൊരു തുക കൊടുത്തു, 23.75 കോടി കൊടുത്തു. അത്ര കൊടുത്ത് കൊണ്ടുവരണമെങ്കിൽ ചില ഉദ്ദേശങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ മിച്ചൽ സ്റ്റാർക്ക് അതുപോലെ ഫിൽ സാൾട്ട് കഴിഞ്ഞ തവണത്തെ പ്രധാനപ്പെട്ട 2 താരങ്ങൾ ഇത്തവണ അവരുടെ സ്ക്വാഡിലില്ല. പകരം QDK, അൻഡ്രിക് നോർക്കി എന്നിവരെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു അപ്ഗ്രേഡ് ആണോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ മനീഷ് പാണ്ഡെ, അജിങ്ക്യ രഹാനെ എന്നിവരെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നവർ അല്പം സർപ്രൈസിങ് ആയിപ്പോയി. കാരണം അവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈല് കഴിഞ്ഞ തവണ, ഇപ്പോഴത്തെ അവരുടെ പ്ലേയിങ് സ്റ്റൈല് കഴിഞ്ഞ തവണത്തെ KKRൻ്റെ രീതിയോട് യോജിക്കുന്നതാണോ എന്നത് തന്നെയാണ് അവിടെ വരുന്നൊരു ചോദ്യം. സോ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രോങ് കോർ പ്ലേയേഴ്സ് അവരെയൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തവണത്തെ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. പിന്നെ ഒരു സൂപ്പർ സ്പിൻ ബൗളിംഗ് കോർ അവർക്കുണ്ട്. വരുൺ ചക്രവർത്തി, സുനിൽ നാരായൺ, മായങ്ക് മാർക്കണ്ഡെ. ഓൾറൗണ്ടേഴ്സ് ആണെങ്കിൽ വളരെ മികച്ച ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. ആൻഡ്രെ റസൽ, സുനിൽ നാരായൺ, രമൺദീപ്, മൊയിൻ അലി, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനേഴ്സ് അജിങ്ക്യ രഹാനെ, മനീഷ് പാണ്ഡെ എന്നുള്ളത് എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനേഴ്സ് ആണെന്നുള്ളത് വേണമെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാം. അപ്പം വീക്ക്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻസി, ഒരു ക്ലിയർ കട്ട് ക്യാപ്റ്റൻസി ഓപ്ഷൻ ആരാണ്? രഹാനെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് ക്യാപ്റ്റൻ ആക്കുമോ? അങ്ങനെ വന്നാൽ പിന്നെ അവരുടെ പ്ലേയിങ് സ്റ്റൈലിന് യോജിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന ചോദ്യമുണ്ട്. അപ്പോൾ പിന്നെ സാധ്യത വെങ്കടേഷ് അയ്യരെ തന്നെ ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പേസർ, ഒരു ഗൺ ഇന്ത്യൻ പേസ് ബോളർ ഉണ്ടോ? ഉമ്രാൻ മാലിക്കിനെ എത്തിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഗൺ ഇന്ത്യൻ പേസ് ബോളർ ഉണ്ടോ എന്നുള്ളതും അവരുടെ ഒരു വീക്ക്നെസ് ആയിട്ട് നമ്മൾ എടുത്ത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതാണ് നമുക്ക് അവരുടെ സ്ക്വാഡിനെ കുറിച്ച് പറയാനുണ്ടാവുക. ഇനി സ്ക്വാഡ് നമുക്ക് ബാറ്റേഴ്സ്, വിക്കറ്റ് കീപ്പേഴ്സ്, ഓൾറൗണ്ടേഴ്സ്, സ്പിന്നേഴ്സ്, ഫാസ്റ്റ് ബോളേഴ്സ് ഈ രൂപത്തിലേക്കൊന്ന് വകതിരിച്ച് കണ്ടാൽ ബാറ്റർമാരായിട്ട് റിങ്കു സിംഗ്, റൗമൻ പവൽ, അങ്കരീഷ് രഘുവൻഷി, മനീഷ് പാണ്ഡെ, ലവ്നീത് സിസോദിയ, അജിങ്ക്യ രഹാനെ. ഇതാണ് അവരുടെ ബാറ്റർമാർ. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ക്വിൻ്റൻ ഡീകോക്കും റഹ്മാനുള്ള ഗുർബാസിനെ വേണ്ടി വരിച്ചിരിക്കുകയാണ്. ഓൾറൗണ്ടേഴ്സായിട്ട് വെങ്കടേഷ് അയ്യർ, ആന്ധ്ര റസൽ, സുനിൽ നാരായൺ, രമൺദീപ് സിംഗ്, അനുകുൽ റോയി, മൊയിൻ അലി. സ്പിന്നേഴ്സായിട്ട് വരുൺ ചക്രവർത്തി ഉണ്ട്, മായങ്ക് മാർക്കണ്ഡെ ഉണ്ട്. പിന്നെ നമുക്കറിയാം സുനിൽ നാരായണനും മൊയിൻ അലിയും അങ്ങനെയുള്ളവരൊക്കെ സ്പിൻ ബൗളിംഗ് ചെയ്യുന്ന ഓൾറൗണ്ടേഴ്സ് ആണല്ലോ. പിന്നെ ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് ഹർഷിദ് റാണ, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേസ് ബൗളിംഗ് വെപ്പൺ. പിന്നെ വൈഭവ് അറോറ, അൻഡ്രിക് നോർക്കിയ, സ്പെൻസർ ജോൺസൺ, ഉമ്രാൻ മാലിക്. സോ ഇതാണ് അവരുടെ സ്ക്വാഡ് നമ്മളൊന്ന് വകതിരിച്ച് കണ്ടാൽ പറയാനുള്ളത്. ഇനി ഇത് വെച്ച് അവരുടെ ഒരു ബെസ്റ്റ് 11 നോക്കുകയാണ്. ബെസ്റ്റ് 11 അല്ല, ഇപ്പോൾ ബെസ്റ്റ് 12 നോക്കണം. ബെസ്റ്റ് 12 നോക്കുകയാണെങ്കിൽ സുനിൽ നാരായൺ അദ്ദേഹത്തോടൊപ്പം ക്വിൻ്റൻ ഡീകോക്ക് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ പിന്നെ റഹ്മാനുള്ള ഗുർബാസ് ആവും. സോ QDK ഓപ്പൺ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ദെൻ നമ്പർ 3 ആര്? അങ്കരീഷ് രഘുവൻഷിയോ അജിങ്ക്യ രഹാനെയോ, അത് മാച്ചിൻ്റെ സ്വഭാവമൊക്കെ അനുസരിച്ച് വരും. ദെൻ വെങ്കടേഷ് അയ്യർ നമ്പർ 4, റിങ്കു സിംഗ് നമ്പർ 5, ആന്ധ്ര റസൽ നമ്പർ 6, നമ്പർ 7 രമൺദീപ് സിംഗ്. വല്ലാത്തൊരു വെടിക്കെട്ട് ബാറ്റിംഗ് നിരയാണ്. ദെൻ നമ്പർ 8 ഹർഷിദ് റാണ, അതിനുശേഷം വരുൺ ചക്രവർത്തി, വൈഭവ് അറോറ, അൻഡ്രിക് നോർക്കിയ. ഇനി അൻഡ്രിക് നോർക്കിയ അല്ലെങ്കിൽ പിന്നെ സ്പെൻസർ ജോൺസൺ ആയിരിക്കും പ്ലേയിങ് ലെവലിൽ വരിക. മനീഷ് പാണ്ഡെ ഒക്കെ ഒരു നമ്പർ 12 ആയിട്ട് കളിയുടെ സ്വഭാവമൊക്കെ അനുസരിച്ച് ഇമ്പാക്റ്റ് പ്ലെയറൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. അതൊക്കെ ആ മത്സരത്തിനനുസരിച്ചായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും
കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആ കോറിനെ ബേസ് ചെയ്തുകൊണ്ട് മികച്ചൊരു സ്ക്വാഡ് ബിൽഡപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ചില മേഖലകളിൽ അപ്ഗ്രേഡ് ആണോ ഡൗൺഗ്രേഡ് ആണോ സംഭവിച്ചതെന്ന് ചോദ്യം ഏതായാലും നിൽക്കുന്നുണ്ട്. ഇപ്പം മെൻഡർ റോളിൽ നിന്ന് നമ്മുടെ ഗൗതം ഗംഭീർ പോയി, ജി പോയി, പകരം ഡോയിൻ ബ്രാവോയാണ് എത്തിയിരിക്കുന്നത്. അവിടെ തന്നെ ഒരു മാറ്റമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ത്രൂ ഔട്ട് സ്ക്വാഡിൽ ഈ ഒരു സീസണിൽ കാണേണ്ടി വരുമോ എന്നുള്ളതാണ് ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.